ഹലോ ഗൈസ്, നമുക്ക് കക്ക കിട്ടിയിട്ടുണ്ട്. ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് തന്നെ 2 സവോള കട്ട് ചെയ്തെടുക്കാം. ദെൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും, വറ്റൽമുളക് ഇല്ലാത്തതുകൊണ്ട് തന്നെ പച്ചമുളക് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതുപോലെ നല്ലപോലെ വാഷ് ചെയ്തെടുക്കാം. ഞാനല്ലോട്ട് ഇത് പ്രിപ്പയർ ചെയ്യുന്ന അമ്മയാണ്. ദെൻ കുറച്ച് കോക്കനട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ എടുത്ത ഇഞ്ചിയും വെളുത്തുള്ളി ഇതുപോലെ നല്ലപോലെ പേസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ദെൻ ഒരു പാൻ അടുപ്പത്ത് വെക്കുക. അത് ചൂടായി വരുമ്പോഴത്തേക്കും കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ദെൻ അത് ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് കടുക് എടുത്തിട്ട് അത് പൊട്ടിച്ചെടുക്കുക കേട്ടോ. അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും കുറച്ച് കറി ലീഫ് ഇട്ട് കൊടുക്കുക. ദെൻ നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന സോൾ ഇട്ട് കൊടുക്കുക. അത് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ടിട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുക. അത് ഈ ഒരു കളറിലാവുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന കോക്കനട്ട് എടുക്കുക. അതും കൂടെ ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. അത് ഈ ഒരു പരുവത്തിലാകുമ്പോൾ കുറച്ച് ഉപ്പ്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എന്നിട്ട് ഇങ്ങനെ ഇളക്കിയെടുക്കുക. നെക്സ്റ്റ് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ദെൻ നമ്മൾ മറ്റേ മാറ്റി വെച്ചിരുന്ന കക്ക ഇട്ട് കൊടുക്കാം. എന്നിട്ടത് നന്നായിട്ട് ഇളക്കിയെടുക്കുക കേട്ടോ. ദെൻ അത് കുറച്ച് മിക്സ് ആക്കിയിട്ട് കുറച്ച് ജീരകപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ടത് നന്നായിട്ട് ഇളക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കക്ക റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് വീഡിയോയിൽ തന്നെ കുറച്ച് ലാഗ് ഉണ്ട്, എന്നാലും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്ക്.